ചെമ്മനീർ പോയിന്റ് ഇന്നത്തെ കഥയാണ്. ശരത്തിനെ മാറ്റി നിർത്തിയിട്ട് സച്ചി പറയുന്നുണ്ട്, ഞാൻ രാവിലെ നിന്റെ മുഖത്തേക്ക് ഷർട്ട് വലിച്ചെറിഞ്ഞിട്ടും നീ പിന്നെ എനിക്ക് ഗിഫ്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിലേ അതിവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് നീ വന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും മുൻപിൽ വെച്ച് ഞാൻ സ്നേഹത്തോടെ നിന്നോട് പെരുമാറിയത്. ഇന്നത്തെ ദിവസേ രേവതിയെ സങ്കടപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടുകൂടിയാണ് ഞാൻ നിന്നോട് സ്നേഹത്തോടെ പെരുമാറിയത്. പിന്നെ ഇവിടെ ഒരു പ്രശ്നം നടക്കാൻ കാത്തിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരുടെ മുൻപിൽ വെച്ചിട്ട് ഞാൻ നിന്നോട് ദേഷ്യത്തിൽ പെരുമാറിയാലേ ഈ ഫംഗ്ഷൻ കുളമാവും, എല്ലാ സന്തോഷവും ഇല്ലാതാവും. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ നിന്നോട് പറഞ്ഞേക്കാം, നീ ആൻ്റണിയോട് കൂട്ടുകൂടുന്നതേ അത്ര നല്ല കാര്യമല്ല. നിന്റെ ഭാവി ഇല്ലാതാവേ ഉള്ളൂ. അതുകൊണ്ട് അവൻ്റെ കൂട്ടൊക്കെ വിട്ടിട്ട് നല്ലപോലെ പഠിച്ച് നല്ല രീതിയിൽ അധ്വാനിച്ച് ജീവിക്കാനായിട്ട് നോക്ക്. നീ നല്ല രീതിയിൽ അധ്വാനിച്ച് കൊണ്ടുവരുന്ന ഗിഫ്റ്റ് ആണെന്നുണ്ടെങ്കിലേ ഞാൻ നിന്നെ പരിനീര് തളിച്ച് തന്നെ സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ട് ശരത്തിനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ ദേഷിച്ച് അടുക്കളയിലേക്ക് വരികയാണ്. ശ്രുതി അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ എൻ്റെ മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുന്നത്? ഓ, എനിക്ക് ചിരിച്ച് കളിച്ച് സന്തോഷിച്ച് നിൽക്കാനുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ ഇവിടെ നടക്കുന്നത്. ആ രേവതിയുടെ അമ്മയായിരുന്നുണ്ടെങ്കിൽ എപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നാലും കരഞ്ഞ് മൂക്കൊലിപ്പിച്ചിട്ടേ തിരിച്ച് പോകത്തുള്ളൂ. ഞാൻ അങ്ങനെ അവളെ തിരിച്ചയക്കാറുള്ളൂ. ഇന്ന് ഈ ഫംഗ്ഷൻ ഇവിടെ നടക്കരുതായിരുന്നു. ഇന്നാണെന്നുണ്ടെങ്കിൽ അവൾ ഭയങ്കര സന്തോഷമായിട്ടാണ് തിരിച്ചു പോയത്. അത് ആൻറ്റി, പിന്നെ അവരുടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ നല്ല രീതിയിലല്ലേ നടന്നത്, അതുകൊണ്ടാണ്. അതെ, ഫംഗ്ഷനൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് നടന്നത്. രേവതിയുടെ അമ്മയും വർഷയുടെ അമ്മയും എല്ലാവരും വന്ന് പങ്കെടുക്കുകയും ചെയ്തു. നിന്റെ വീട്ടിൽ നിന്ന് മാത്രം ആരും വന്നില്ല. നിന്റെ അച്ഛൻ എന്താ, നിന്നെ പറ്റിയിട്ട് ചിന്തയൊന്നുമില്ലേ? ഈ വീട്ടിലെ മറ്റ് രണ്ട് മരുമക്കളുടെ അമ്മമാരും എപ്പോഴും ഇവിടെ വരികയും അവരെ പറ്റിയിട്ട് അന്വേഷിക്കുകയൊക്കെ ചെയ്യും. നിനക്കൊരു അമ്മയെങ്കിലും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുമായിരുന്നല്ലോ. പാവം, അവരും രോഗം വന്ന് നേരത്തെ മരിച്ചുപോയി. ഇതെന്ത് വിധിയാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റിക്ക് അറിയാലോ, അച്ഛൻ ജയിലിലായതുകൊണ്ടല്ലേ, ഇങ്ങോട്ടേക്ക് വരാനിരുന്നപ്പോഴല്ലേ അച്ഛൻ ജയിലിലായത്. ആ, അതൊക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങ് ദേഷിച്ച് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ ശ്രുതിക്ക് അത് കേൾക്കുമ്പോൾ സങ്കടമായിട്ട് ശ്രുതിയുടെ അമ്മേനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. സച്ചിയുടെ രേവതിയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മളുടെ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട്, ആ, നിനക്ക് അപ്പോഴായിരിക്കും അല്ലേ ഈ മരിച്ചുപോയ അമ്മേനെ ഓർമ്മ വന്നതല്ലേ, നീ മരിച്ചുപോയി എന്നല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം എല്ലാവരും വന്നപ്പോൾ നീ മാത്രം ഒറ്റപ്പെട്ടു പോയതിൻ്റെ ഒരു സങ്കടം ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ശ്രുതിയെടുത്ത്. അത് കഴിഞ്ഞിട്ട് രാത്രി ആകുമ്പോഴത്തേക്കും നമ്മളുടെ അച്ഛമ്മ വന്നിട്ട് നമ്മളുടെ രേവതിയെയും സച്ചിനെയും വിളിച്ചിട്ട് ഇങ്ങനെ ഉഴിഞ്ഞിടാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, അതെന്താ ഇവരെ മാത്രം ഉഴിയുന്നത്, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കണ്ണു വെട്ടിയിട്ടുണ്ടാവും, അപ്പോൾ എല്ലാവരെയും വിളിച്ച് അമ്മ ഉഴിയണമെന്ന് പറയാം കേട്ടോ. അന്നേരം രവിയേട്ടൻ പറയുന്നുണ്ട്, ഇവരുടെ അല്ലായിരുന്നോ ഇന്ന് ഫംഗ്ഷൻ, അപ്പോൾ ഇവരെ എല്ലായിരിക്കുമല്ലോ കണ്ണു വെട്ടത്, അതുകൊണ്ട് ഇവരെ ഒഴിഞ്ഞാൽ പോരെ. അതൊന്നും പോരാ, ശ്രുതിയും പുതുതായിട്ട് ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. പിന്നെ ശ്രീകാന്തും വർഷം കൈ നിറയെ സമ്പാദിക്കുന്നുണ്ട്, അപ്പോൾ അവർക്കും കണ്ണ് തട്ടിയിട്ടുണ്ടാവും. എല്ലാവരും ഒഴിയണമെന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ടേ, ശരി എന്നാൽ പിന്നെ പരാതി വേണ്ട, എല്ലാവരെയും ഒഴിഞ്ഞേക്കാന്ന് പറഞ്ഞിട്ട് ചന്ദ്രനെ രേവതിനെ ബാക്കി എല്ലാവരെയും വിളിച്ച് നിർത്തിയിട്ട് ഒഴിഞ്ഞിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ സച്ചി പറയുന്നുണ്ട്, ഞാൻ പോയി കിടക്കാച്ചാന്ന് പറയുമ്പോഴത്തേക്ക് രവിയേട്ടൻ പറയുന്നുണ്ട്, ഇന്ന് നീ ടെറസിൽ കിടക്കണ്ട, എൻ്റെ റൂമിൽ കിടന്നാൽ മതി എന്ന് പറയാം കേട്ടോ. അപ്പം സച്ചി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട ചാച്ചൻ, ഈ ഹോളിൽ കിടന്നാൽ പൊടിയൊക്കെ പിടിച്ച് അലർജിയൊക്കെ വരും, അതുകൊണ്ട് ഞങ്ങൾ എന്നും ടെറസിലല്ലേ കിടക്കുന്നത്, ഞങ്ങൾ അവിടെ തന്നെ കിടന്നോളാം, ഞങ്ങൾക്കൊരു പരാതിയില്ല എന്ന് പറയാണ്. അപ്പോൾ പിന്നെയും രവിയേട്ടനും ഒക്കെ ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അച്ഛമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതെന്താ ഇവർ മാത്രം എന്നും ടെറസിൽ കിടക്കുന്നത്, ഇവർക്കെന്താ ഇവിടെ കിടക്കാൻ റൂമില്ലാത്തത്, ബാക്കി ആർക്കും ടെറസിലൊന്നും കിടക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം എന്തായാലും സച്ചിയെ രേവതിനെ ടെറസിൽ കിടത്താൻ പറ്റത്തില്ല, അവർ റൂമിൽ തന്നെ കിടന്നേ പറ്റുള്ളൂ എന്ന് പറയാം. എന്ന് റൂമിൽ കിടക്കുന്നവർ ഇന്ന് പോയിട്ട് ടെറസിൽ കിടക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ശ്രുതി എന്ത് ചെയ്യുന്നുണ്ട്, പതിയെ ആദ്യമേ തന്നെ അങ്ങ് അവരുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, സച്ചിയായിട്ട് ഞങ്ങളുടെ റൂമിൽ കിടന്നോളൂ, ഞങ്ങൾ ടെറസിൽ പോയി കിടന്നോളാം, എന്നൊരു ദിവസത്തേക്കല്ലേ, അത് സാരമില്ല എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട്, നീ എന്താ ഈ പറയുന്നത്, വർഷ വലിയ വീട്ടിലെ പെങ്കൊച്ചല്ലേ, അവളെ എങ്ങനെ ടെറസിൽ കിടത്തുന്നത്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ആൻറ്റി എന്താ ഈ പറയുന്നത്, എനിക്ക് ഒരു പ്രശ്നമില്ല ടെറസിൽ കിടക്കാൻ, ഞാൻ പോയി കിടന്നോളാം, അവരിന്ന് ഈ റൂമിൽ കിടക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ നമ്മളുടെ സച്ചി പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ആരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തു തരണ്ട, ഞങ്ങൾ ടെറസിൽ തന്നെ കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് അവർ നേരെ ടെറസിലേക്ക് പോവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ അച്ഛനൊക്കെ നല്ല ദേഷ്യമാവുന്നുണ്ട്, ചന്ദ്രമതിക്ക് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ വർഷ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷയുടെ കയ്യിൽ ഒരു ടെൻ്റ് ഉണ്ട്. അപ്പോൾ ആ ടെൻ്റ് എടുത്ത് നമ്മളുടെ രേവതിക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇതെന്താ, ഇത് ടെൻ്റാണ് ചേച്ചി, ഇത് നൂത്തിട്ടിട്ട് നിങ്ങൾ ഇന്ന് ഇതിനകത്ത് കിടന്നാൽ മതി എന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഏയ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങളല്ലാണ്ട് തന്നെ കിടന്നോളാം എന്ന് പറയാം. അതൊന്നും പറ്റത്തില്ല, ഇന്ന് നിങ്ങളുടെ സ്പെഷ്യൽ ഡേ ആണ്, അതുകൊണ്ട് ഈ ടെൻറ്റ് നിങ്ങൾ വിരിച്ചിട്ടിട്ട് അതിനകത്ത് തന്നെ കിടന്നാൽ മതി എന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, നീ ആൾ കൊള്ളാലോ, ഞാൻ നിൻ്റെ ചേച്ചിയാണ്, അത് മറക്കരുത്. ആ, ചേച്ചിമാർക്ക് വിവരമില്ലെങ്കിൽ അനിയത്തിമാർക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരേണ്ടി വരുമെന്നൊക്കെ പറയാം. അങ്ങനെ ഈ ടെൻറ്റും കൊണ്ട് രേവതി നേരെ ടെറസിലേക്ക് വരുന്നുണ്ട്. അവർ കല്യാണം കഴിഞ്ഞ ദിവസങ്ങളെയൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ടെൻറ്റ് വിരിച്ചിട്ടിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്.